സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ CPM പ്രതിഷേധം. ചീമേനിയിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. അവകാശം പെൻഷൻ വീട്ടിൽ തന്നെ നൽകാനുള്ളൊരു നടപടി വേണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നതിനെതിരെയും പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിർത്തലാക്കുന്നതിനെതിരെയും പ്രതിഷേധം ശക്തമായി. UDF സർക്കാരിന്റെ നടപടിക്കെതിരെ ചീമേനി ഈസ്റ്റ് വില്ലേജുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ ചീമേനി വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി 100 രൂപ കൂട്ടി 500 ആക്കുമ്പോൾ 32 ലക്ഷം ആളേ ഉള്ളൂ പെൻഷൻ മേടിക്കുന്നവര്. 32 ലക്ഷമേ ഉള്ളൂ. ഇപ്പത്രയാ കേരളത്തിനകത്ത്? 62 ലക്ഷത്തിലധികം വരും. നേരെ ഇരട്ടിയായി. ആ 62 ലക്ഷം ആളുകൾക്കും 1600 ആക്കി, അടുത്ത ബഡ്ജറ്റ് വരുമ്പോ 2000 ആക്കി നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിന് പോയി. എത്രയാക്കെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ UDF വന്നത്? അറിയോ എത്രയാക്കുന്നു? 3000 ആക്കെന്ന് പറഞ്ഞു. വോട്ടെല്ലാം കുത്തി കൊടുക്കുകയും ചെയ്തു. 1000 രൂപ കുട്ടി കിട്ടുമല്ലോ. 3000 വന്നു. BD സതീശൻ, നുണേശൻ വന്നു. എന്തായിപ്പോ? കയ്യിലിരിക്കുന്നതും പോയി. ഇനിയിപ്പം വരാൻ പോകുന്നത് എന്താ അറിയോ? 3000 ആക്കുമെന്ന് എനിക്കറിയില്ല. ആക്കിയാൽ അത് കുടിശ്ശികയാക്കിയിട്ടും പോവും. ആക്കിയ കഥയാണ് ഇടുന്നത്. 28 മാസം ആദ്യം ആക്കി, 120 രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 28 മാസം കുടിശ്ശികയാക്കി. അത് കഴിഞ്ഞിട്ട് 100 രൂപ കൂട്ടി 500 ആക്കിയപ്പോ 18 മാസക്കാലം അതും കുടിശ്ശികയാക്കി. അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3000 വായി തുറന്ന് പറയാ കിട്ടുമോ എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ അവസാനത്തെ കൊല്ലം ആക്കിയിട്ട് അങ്ങ് പോവും. കൊടുക്കണ്ടല്ലോ, കുടിശ്ശികയാക്കിയാൽ മതിയല്ലോ. എന്താ ഇപ്പോൾ വന്നു ഭവിച്ചത്? ആദ്യം പോസ്റ്റ്മാൻ മുഖാന്തരം തന്നു. അന്ന് LDF ഗവൺമെന്റ് പറഞ്ഞു അത് വിഷമാണ്, ഈ പോസ്റ്റ്മാൻ എല്ലാ സ്ഥലത്തും കൃത്യമായി എത്തുന്നില്ല, പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്, വേണ്ട, അതുകൊണ്ട് ബാങ്ക് മുഖാന്തരം ആക്കാം. ഇതെല്ലാം വലിയ ഇതുണ്ടേ. നിങ്ങൾ വെറുതെ ഈസി ആയിട്ട് കാണേണ്ടതല്ല അത്. അതിനൊരു പെൻഷൻ ബോർഡ് രൂപീകരിച്ചു. കൃത്യമായി പെൻഷൻ നിങ്ങൾക്ക് മാസാമാസം തരാൻ വേണ്ടി ഒരു പെൻഷൻ ബോർഡ് രൂപീകരിച്ചു. പഞ്ചായത്ത് അംഗം KV ലളിത അധ്യക്ഷത വഹിച്ചു. 10ാം വാർഡ് മെമ്പർ നിർമ്മല, CPIM ചെറുത്തൂർ ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, DAWF ജില്ലാ ട്രഷറർ M അനിൽകുമാർ, KSKTU ചെറുവത്തൂർ ഏരിയ പ്രസിഡന്റ് MK നളിനാക്ഷൻ, K നാരായണൻ, TV ഭാസ്കരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. ദുർബല ജനവിഭാഗങ്ങൾക്ക്, ഏറെ പാവപ്പെട്ടവർക്ക്, അശരണർക്ക്, ഇവർക്കെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 980-ൽ നയനാർ ഗവൺമെന്റ് നടപ്പിലാക്കിയ കർഷക തൊഴിലാളി പെൻഷന് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നീട് സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000 രൂപയിലേക്ക് എത്തിക്കുന്നതിന് ആ കാലത്ത് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു നിർദ്ദേശമായിരുന്നു പെൻഷൻ 45 രൂപ കൊടുക്കണം എന്നത്. നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയുടെ ലീഡറുമായ ശ്രീമാൻ കരുണാകരൻ പറഞ്ഞു, ഇത് പ്രത്യുൽപാദനപരമല്ല, ഈ കാശ് അവർ കള്ളുകുടിച്ച് നശിപ്പിക്കും. എന്നാൽ നയനാർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, മിസ്റ്റർ കരുണാകരൻ അവിടെ ഇരിക്ക്, 60 വയസ്സ് കഴിഞ്ഞ് കൂരയിൽ നട്ടെല്ല് വളഞ്ഞ് കുനിഞ്ഞ് കൂടിയിരിക്കുന്ന ഈ കർഷക കാരണവന്മാർക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഈ 45 രൂപ ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിക്കാൻ സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ.
എൻ്റെ സർക്കാരിൻ്റെ തീരുമാനം ഈ പെൻഷൻ കൊടുക്കാൻ തന്നെയാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.